ഓക്കെ, ഇപ്പൊ ട്രൈബൽ ഗ്രൂപ്പ്സ്, ഇപ്പൊ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി നമ്മൾ എടുക്കുന്നു, ഒരു മോഡേൺ കമ്മ്യൂണിറ്റി എടുക്കുന്നു. ഈ ട്രൈബൽ കമ്മ്യൂണിറ്റി മോഡേൺ കമ്മ്യൂണിറ്റിയുമായിട്ട് എത്രത്തോളം അടുത്ത് നിൽക്കുന്നു എന്നുള്ളത് ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫോർ ഈച്ച് ട്രൈബൽ കമ്മ്യൂണിറ്റി. ചില ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മോഡേൺ കമ്മ്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ജനങ്ങൾ പുറത്തുണ്ട് എന്നതിനെ കുറിച്ച് ഒരറിവും ഇല്ലാത്ത ആൾക്കാരാണ്. സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് ആമസോണിലൊക്കെ ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പലപ്പോഴും ഡ്രോൺ പറത്തിയിട്ടൊക്കെ നമ്മൾ കാടിന്റെ ഉള്ളിൽ അത്തരത്തിലുള്ള ആൾക്കാർ ജീവിക്കുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് പുറത്ത് ഇങ്ങനെ മറ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻ പോലും ഇല്ല. സോ ദേ ആർ ലൈക്ക് അബ്സല്യൂട്ട്ലി പ്രിമിറ്റീവ് ആണ്. ഓക്കെ, വളരെ പ്രിമിറ്റീവ് ആണ്. പക്ഷെ ചില ട്രൈബൽ ഗ്രൂപ്പ്സ് ദേ ആർ ലൈക്ക് മച്ച് ഇന്റഗ്രേറ്റഡ് വിത്ത് ദ മോഡേൺ സൊസൈറ്റി. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈവൻ ലൈക്ക് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ട്, മോഡേൺ എഡ്യൂക്കേഷൻ അവർ എടുക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ദേ ആർ ലിവിങ് എവേ ഫ്രം ദ മോഡേൺ കമ്മ്യൂണിറ്റി. അവരുടെ യുണീക്ക് ആയിട്ടുള്ള ആ ഒരു നേച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത്. ബട്ട് ദേ ഹാവ് അഡോപ്റ്റഡ് മെനി ഓഫ് ദ തിങ്സ്. അപ്പം ദ ലെവൽ ഓഫ് ദ ഇന്റഗ്രേഷൻ ഓർ ദ എക്സ്റ്റെൻഡ് ഓഫ് ദ ഇന്റഗ്രേഷൻ of tribal communities, tribal community with modern community is different for different tribal community. ഞാൻ ഈ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നാണ് വിചാരിക്കുന്നത്. The extent of the integration of the tribal community with the modern community is different among different tribal community. Okay, ആ പറഞ്ഞത് ക്ലിയർ ആണോ? സർ ക്ലിയർ ആണ്. ഓക്കെ, ഹസ്ന ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. സജിൻ മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാനുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നും, അതായത് ഇതൊക്കെ സിമ്പിൾ ആയിരിക്കും, പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ പ്രോപ്പർ ലാംഗ്വേജിൽ മീൻസ് എക്സാം പേപ്പറിൽ പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ചാലഞ്ച്. ഓക്കെ, ദാറ്റ് ഇസ് അബ്സല്യൂട്ട്ലി എ ചാലഞ്ച്. അപ്പം ഇത്തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അവർക്ക് പണം ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില ട്രൈബൽ കമ്മ്യൂണിറ്റീസ് അവർ ചില പ്രിമിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ലൈക്ക് മുറം. ഓക്കെ, മുറം, അതുപോലെ മുളയായിട്ട് ബന്ധപ്പെട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് അവർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, they will be creating different kinds of wares. Okay, they will be creating different wares. It may be like chair, okay, or like some utensils. They will be creating it. Sometimes it will be like rope, കയറുകളായിരിക്കാം. Okay, or it will be like some straw mats. Okay, straw മാറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ലൈക്ക് ബ്രൂം ആയിരിക്കും, കാട്ടിൽ മാത്രം കിട്ടുന്ന പുല്ല് ഉപയോഗിച്ചുകൊണ്ടുള്ള ചില ബ്രൂംസ് അവർ എന്ത് ചെയ്യാറുണ്ട്, ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ വിൽക്കാറുണ്ട്. ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഗവൺമെന്റ് ഡിഫറെന്റ് ഇനീഷ്യേറ്റീവ് എടുക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾ വയനാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഗാന്ധി ഗ്രാമം കാണാൻ പറ്റും. ഓക്കെ, കണ്ടിട്ടുണ്ടോ ഗാന്ധി ഗ്രാമം? വയനാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഉണ്ടാവും ഒരു പച്ച കളറിൽ ഗാന്ധി ഗ്രാമം. ഓക്കെ, കണ്ടിട്ടുണ്ടോ? അട്ടപ്പാടി ഭാഗത്ത് അവരുടെ ഇതേപോലെ പ്രൊഡക്ട്സിന്റെ ഡെഫിനറ്റ്ലി. ഓക്കെ, ലൈക്ക് അട്ടപ്പാടി എന്നൊന്നുമില്ല, നിങ്ങൾ ലൈക്ക് ഇവിടെ നിന്നൊക്കെ പോവാണെങ്കിൽ ലൈക്ക് വൈത്തിരിയൊക്കെ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വയനാടിന്റെ പല പ്രദേശത്തും മേജർ ടൂറിസ്റ്റ് ലൊക്കേഷൻസിലും വഴിയോരത്തൊക്കെ ഇത്തരത്തിലുള്ള ഗാന്ധി ഗ്രാമങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദിസ് ലൈവ്ലിഹുഡ്. ഓക്കെ, അവരുടെ ലൈവ്ലിഹുഡ് പ്രൊട്ടക്ട് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും. ഓക്കെ, സോ ദ കീവേഡ്സ് യു ഹാവ് ടു യൂസ് ഹിയർ ഇസ് ടു പ്രൊട്ടക്ട് ദ ലൈവ്ലിഹുഡ്, പ്രൊട്ടക്ട് ആൻഡ് പ്രൊമോട്ട്. അതിനെന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യാൻ വേണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗാന്ധി ഗ്രാമം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതായത് ആൾക്കാർക്ക് ഒരിക്കലും, ട്രൈബൽ കമ്മ്യൂണിറ്റി ഒരിക്കലും എന്ത് ചെയ്യില്ല, പുറത്തു നിന്നുള്ള ആൾക്കാരെ അവരുടെ ലൊക്കേഷനിലേക്ക് എൻ്റർ ചെയ്യിക്കില്ല. പക്ഷെ അവർക്ക് ഈ സാധനങ്ങൾ സെല്ല് ചെയ്യാൻ വേണം. സോ വി ഹാവ് ടു പ്രൊട്ടക്ട് ദം. അതായത് പുറത്തുനിന്നുള്ള ആൾക്കാരെ അവരുടെ ഏരിയയിലേക്ക് എൻ്റർ ചെയ്യാൻ പാടില്ല. അപ്പം അവിടെയുള്ള സാധനങ്ങളെ പുറത്ത് കൊണ്ടുവന്നിട്ട് വിൽക്കും. സോ വി ആർ പ്രൊട്ടക്ടിങ് ദ ട്രൈബൽ കമ്മ്യൂണിറ്റി. അതുപോലെ ഇങ്ങനെ പുറത്ത് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഷോപ്പുകളിലൊക്കെ വെച്ച് വിൽക്കുന്ന സമയത്ത് വി ആർ പ്രൊമോട്ടിങ് ഇറ്റ്. ഇറ്റ് ഈസ് റീച്ചിങ് ടു മോർ ആൻഡ് മോർ പീപ്പിൾ. മോർ ആൻഡ് മോർ പീപ്പിളിലേക്ക് എത്തുന്ന സമയത്ത് ദേ ആർ ഗെറ്റിംഗ് മോർ ലൈവ്ലിഹുഡ്. അവർക്ക് കൂടുതൽ പണം കിട്ടും, അവർക്ക് കൂടുതൽ എന്ത് കിട്ടും, സപ്പോർട്ട് കിട്ടും. Okay, so we are like both protect and promote the tribal community through this kinds of initiatives. Okay, അപ്പോൾ അതും കൂടെ ഇതിന്റെ കൂടെ ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, this all you have to remember with respect to the tribal community. ഇനി ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ട്രൈബൽ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ. ട്രൈബൽ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ. അപ്പൊ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റീസിൽ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ട്രഡീഷൻ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ദേ ഹാവ് എ കമ്മ്യൂണിറ്റി ലിവിങ്. അവർക്ക് ഒരുമിച്ച് ഒരു സൊസൈറ്റി ആയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു സാമൂഹിക ജീവിതമാണുള്ളത്.
അപ്പോൾ കമ്മ്യൂണിറ്റി ലിവിങ്ങിന്റെ ഭാഗമായിട്ട് ദേ ഹാവ് ലൈക്ക് കമ്മ്യൂണിറ്റി സെലിബ്രേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, സോ കമ്മ്യൂണിറ്റി ആയിട്ട് വരുന്ന സമയത്ത് ദേ ഹാവ് ലൈക്ക് എ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ്, അതായത് നമ്മളെ ഫോർമൽ ഓർഗനൈസേഷൻ സെറ്റപ്പ് ആയിരിക്കണം എന്നില്ല. അതായത് ഒരു മൂപ്പൻ ഉണ്ടായിരിക്കും. ഓക്കെ, ആ മൂപ്പന്റെ കീഴിൽ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവരുടെ ആജ്ഞകളൊക്കെ അനുസരിച്ചുകൊണ്ട് ഇവർ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ഓർഗനൈസേഷൻ എന്നുള്ള രൂപത്തിൽ മാത്രമാണ് പറഞ്ഞത്. ഓക്കെ, അല്ലാതെ നമ്മുടെ ഇവിടുത്തെ പോലെ ലൈക്ക് NGO സിസ്റ്റം അങ്ങനെയുള്ള ആസ്പെക്ട്സിലല്ല. ജസ്റ്റ് ദേ ഹാവ് ലൈക്ക് an organized life is there, and most of their celebrations are closely linked to the nature. Okay, most of them are like closely linked to the nature. നേച്ചർ ആയിട്ട് വളരെയധികം ലിങ്ക്ഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഓക്കെ, സോ അതും അവരുടെ എന്താണ് ഒരു കസ്റ്റം അല്ലെങ്കിൽ ട്രഡീഷൻസ് തന്നെയാണ്. ഇനി ചില ട്രൈബൽ കമ്മ്യൂണിറ്റീസിലേക്ക് നോക്കുന്ന സമയത്ത്, ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇവിടെ നോക്കുന്ന സമയത്ത് പാട്രിയാർക്കിയൽ സിസ്റ്റം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷാധിപത്യം അല്ലെങ്കിൽ പുരുഷൻ, ലൈക്ക് ദേ ആർ ദ ഡൊമിനന്റ് ജെൻഡർ. ഈ നമ്മൾ ഡിഫറെന്റ് ജെൻഡേഴ്സ് എടുക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും ഡൊമിനന്റ് ജെൻഡർ ആയിട്ട് നമ്മൾ ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നത് മെയിൽ ആണ്. ദെൻ കംസ് ലൈക്ക് ദ ഫീമെയിൽ. അതിനുശേഷമാണ് ബാക്കിയുള്ള ഈവൻ LGBTQ കമ്മ്യൂണിറ്റീസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോഴും ലൈക്ക് ബൈസെക്ഷൽ എന്നുള്ള കൺസെപ്റ്റിലാണ് മോസ്റ്റ് ഓഫ് ദ സൊസൈറ്റി വി ആർ ലിവിങ്. ഈവൻ ട്രംപ് പോലും പറഞ്ഞത് ദേ ആർ ഓൺലി 2 സെക്സ് എന്നാണ്. വൺ ഇസ് ലൈക്ക് മെയിൽ, ദ അതർ ഇസ് ലൈക്ക് ഫീമെയിൽ, ദർ ഇസ് ഓൺലി 2 ജെൻഡർ. ഇതാണ് ലൈക്ക് ട്രംപ് എന്ത് ചെയ്തിട്ടുള്ളത്, അമേരിക്കയിൽ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ലൈക്ക് നമ്മുടെ ഈ ഒരു 2 ജെൻഡർ കമ്മ്യൂണിറ്റി എടുക്കുന്ന സമയത്ത് പോലും ദ ഡൊമിനന്റ് ഇസ് ലൈക്ക് മെയിൽ. ആ ഒരു സൊസൈറ്റിയാണ് നമ്മൾ പാട്രിയാർക്കിയൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ദെൻ ദർ ആർ അതർ സൊസൈറ്റീസ് ലൈക്ക് മാട്രിയാർക്കിയൽ സൊസൈറ്റി. ഓക്കെ, മാട്രിയാർക്കിയൽ സൊസൈറ്റി ഉണ്ട്. അവിടേക്ക് വരുന്ന സമയത്ത് ലൈക്ക് വുമൻസ് ആർ മോർ ഡൊമിനന്റ്. ഓക്കെ, അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസിനെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ലീഡേഴ്സ് എന്നൊക്കെ പറയുന്നത് മാട്രിയാർക്കിയൽ ആയിരിക്കും. ഇപ്പൊ ട്രൈബൽ കമ്മ്യൂണിറ്റീസിലേക്ക് വരുന്ന സമയത്ത് പാട്രിയാർക്കിയലും ഉണ്ട്, മാട്രിയാർക്കിയലും ഉണ്ട്, അതുപോലെ ലൈക്ക് മാട്രി ലീനിയലും ഉണ്ട്. ഓക്കെ, മാട്രി ലീനിയൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ലൈക്ക് നമ്മൾ ഇവിടുത്തെ പേര് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ലൈക്ക് എന്റെ പേര് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷഹീർ ഷെരീഫ്, ഇത് ലൈക്ക് ഉപ്പയുടെ പേരാണ്. ഓക്കെ, ഇപ്പൊ പക്ഷെ ഇപ്പൊ ലൈക്ക് നമ്മളെ മലയാളത്തിൽ തന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് മലയാളത്തിലെ ഒരു സിനിമയിലെ മോഹൻലാലിന്റെ പേര് ബാബ കല്യാണി എന്നായിരുന്നു. ഇപ്പൊ കല്യാണി എന്ന് പറയുന്നത് അമ്മയുടെ പേരാണ്. ഓക്കെ, അച്ഛന്റെ പേരിന് പകരം ഇത്തരത്തിൽ അമ്മയുടെ പേര് അല്ലെങ്കിൽ ആ രൂപത്തില് ലീനിയേജ് എടുക്കുന്നതിനെയാണ് മാട്രി ലീനിയൽ എന്ന് പറയുന്നത്. ഓക്കെ, മാട്രി ലീനിയൽ, ആ ലീനിയേജ്. അപ്പൊ ഇത്തരത്തിൽ പാട്രിയാർക്കി ഉള്ളതുണ്ട്, മാട്രിയാർക്കി ഉള്ളതുണ്ട്, മാട്രി ലീനിയൽ ഉണ്ട്. ഓക്കെ, സോ ഓരോ ടേംസും കൃത്യമായിട്ട് ഡിഫറൻസ് മനസ്സിലാക്കണം. പാട്രിയാർക്കി എന്താണ്, മാട്രിയാർക്കി എന്താണ്, മാട്രി ലീനിയൽ എന്താണ്. ഇനി അങ്ങോട്ടേക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ യു വിൽ ലേൺ മോർ. ഓക്കെ, വേറെയും കുറെ ടേംസ് നിങ്ങൾ പഠിക്കും. മാട്രി ലോക്കൽ പഠിക്കും, പാട്രി ലോക്കൽ പഠിക്കും. അപ്പൊ അതെല്ലാം കൂടെ വരുന്ന സമയത്ത് യു ഷുഡന്റ് കൺഫ്യൂസ്. ഈച്ച് ഓഫ് ദ ടേംസ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇൻ എ വെരി ഡിസ്റ്റിങ്റ്റീവ് വേ. പാട്രിയാർക്കി, മാട്രിയാർക്കി, മാട്രി ലീനിയൽ, മാട്രി ലോക്കൽ, ഓക്കെ, പാട്രി ലോക്കൽ, ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. കാരണം UPSCയുടെ എക്സാം പേപ്പറിൽ ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും, ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ ഈ 3 കാര്യം മാത്രം ഒന്ന് പഠിക്കാം, ബാക്കിയുള്ളതൊന്നും പഠിക്കേണ്ട. ബാക്കിയുള്ളത് ആ സമയമാകുമ്പോൾ പഠിക്കാം. ഓക്കെ, ഇപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, ദെൻ ഇവരുടെ ഡിഫറെന്റ് ആയിട്ടുള്ള സെലിബ്രേഷൻസിന് ദേ വിൽ ബി യൂസിങ് ദെയർ ഓൺ ഗിയേഴ്സ്. ഓക്കെ, അവർ അവരുടേതായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഗിയേഴ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. സംടൈംസ് ഇറ്റ് വിൽ ബി ലൈക്ക് ഹോൺസ്. ഓക്കെ, അവർ വേട്ടയാടി പിടിച്ച ഏതെങ്കിലും മൃഗത്തിന്റെ കൊമ്പുകളൊക്കെ ആയിരിക്കും. ആ കൊമ്പുകൾ കൊണ്ടുള്ള ചിലപ്പം എന്താ പറയാ കിരീടോ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഓർണമെന്റ്സ്, ആഭരണങ്ങളോ, ഇനി അതല്ലെങ്കിൽ ആ മൃഗത്തിന്റെ തോല്, ഓക്കെ, സ്കിന്ന്, അത് യൂസ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ലൈക്ക് ഡ്രസ്സുകൾ, ഇതൊക്കെ ധരിച്ചുകൊണ്ടായിരിക്കും അവർ ചിലപ്പം ചെയ്യുന്നത് സെലിബ്രേഷൻസിലേക്ക് പോകുന്നത്. ഇപ്പൊ നിങ്ങൾ ഹോൺബിൽ ഫെസ്റ്റിവൽ ഒക്കെ കാണുന്ന സമയത്ത് യു ക്യാൻ ക്ലിയർലി സീ ദാറ്റ്. ഓക്കെ, ഒരു ഹോൺബിൽ ഫെസ്റ്റിവൽ ഒക്കെ കാണുന്ന സമയത്ത് ഐ വിൽ ജസ്റ്റ് ഷോ യു ദാറ്റ്. ആ സമയത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ഹെഡ് ഗിയേഴ്സ് ഒക്കെ അവർ യൂസ് ചെയ്യും. ഓക്കെ, അത് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു സെലിബ്രേഷന്റെ സമയത്തേക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് അവരെന്ത് ചെയ്യുന്നതായിരിക്കും, ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും അത്തരത്തിലുള്ള ഹെഡ് ഗിയേഴ്സ് എന്ന് പറയുന്നത്. അവർ പ്രിസർവ് ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഹെൽപ്പ് ദം ടു ലിവ് ഇൻ ക്ലോസ് ഹാർമണി വിത്ത് ദ സൊസൈറ്റി. ഓക്കെ, ആ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിൽ ഒരു ക്ലോസ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അത് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, I will just show you the different kinds of the head gears. അത് പല രൂപത്തിലായിരിക്കും ആ ഹെഡ് ഗിയേഴ്സ് അവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹോൺസ് ആയിരിക്കാം, ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും, ഫെതേഴ്സ് ആയിരിക്കും. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള ബേർഡ്സിന്റെ ഫെതേഴ്സ് ആയിരിക്കും. ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് യു ക്യാൻ സി
ഇവർ തലയിലൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ധരിച്ചിട്ടുണ്ട്. ഇവിടെ ലൈക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള തൂവലുകൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതൊക്കെ ലൈക്ക് ഹോൺബിൽസിന്റെ തൂവലുകളാണ്. ഓക്കെ, അതുപോലെ ആസ് യു ക്യാൻ സി ദർ ആർ ലൈക്ക് ഹോൺസ്. ഓക്കെ, തലയിൽ ഹോൺസ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ആൻഡ് ദേ ഹാവ് ലൈക്ക് ഡിഫറെന്റ് യുണീക് ഡ്രസ്സിംഗ് ഈസ് ദെയർ. ഓക്കെ, അപ്പൊ ഒരു ഇമേജ് നോക്കി ഇങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോൾ യു വിൽ ഗെറ്റ് മോർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ഇത്തരത്തില് നേച്ചറിൽ നിന്ന് കിട്ടുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടായിരിക്കും ദേ വിൽ ബി ലൈക്ക് ലേണിംഗ് ഇറ്റ്, or like they are celebrating their festivals. Okay, but different ആയിട്ടുള്ള gears they will be using. Okay, so അതും കൂടെ എന്ത് ചെയ്യുക, ഇതിന്റെ കൂടെ ഓർത്ത് വെക്കുക, for their customs and this religion or like whatever it may be. Okay, then coming into their religion. ഇവിടുത്തെ റിലീജിയൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫറെന്റ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് മോഡേൺ സൊസൈറ്റി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഡിഫറെന്റ് ലെവൽസിലാണ്. അതുകൊണ്ട് തന്നെ ആ ഓരോ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെയും ഇടയിലുള്ള റിലീജിയനിലും ഡിഫറൻസ് കാണാൻ പറ്റും. ചില ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ നമ്മുടെ മോഡേൺ എന്താ പറയാ മോഡേൺ സൊസൈറ്റിയിലുള്ളത് പോലെ തന്നെ ഹിന്ദുയിസം, ഓക്കെ, അതുപോലെ ക്രിസ്ത്യാനിറ്റി, ഇതൊക്കെയാണ് മോർ ഡോമിനന്റ് ആയിട്ടുള്ളത്. എസ്പെഷ്യലി നോർത്ത് ഈസ്റ്റേൺ പ്രദേശത്തേക്ക്, നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് റീജിയനിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത്, ഓക്കെ, നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ ഇങ്ങനെ ലൈക്ക് സിക്കിം വരുന്നു, സിക്കിം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആസാം, ഓക്കെ, അരുണാചൽ പ്രദേശ് ഒക്കെ വരുന്ന ആ ഒരു ഏരിയ, ഓക്കെ, ആസാം, അരുണാചൽ പ്രദേശ് ഒക്കെ വരുന്ന ആ ഒരു ഏരിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് സെക്കൻഡ് കാണുന്നുണ്ടാവും. സോ നമ്മുടെ നോർത്ത് ഈസ്റ്റ് റീജിയൻ എന്ന് പറയുന്നത് ഇങ്ങനെ സിക്കിം ഒക്കെ ഉൾപ്പെടുന്ന ആസാം, അരുണാചൽ പ്രദേശ്, ത്രിപുര, മിസോറാം, ഈ ഒരു ഏരിയ. ഈ നോർത്ത് ഈസ്റ്റ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ വാട്ട് യു ആർ ഡിസ്കസിങ്, എങ്ങനെ? യെസ്, എക്സാക്ട്ലി. ഓക്കെ, നമ്മൾ ഈ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലേക്കൊക്കെ വരുന്ന സമയത്ത് ലൈക്ക് റിലീജിയന്റെ കേസ് എടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, ഈ ഓരോ റിലീജിയനും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലേക്ക് വരുന്ന സമയത്ത്, ഓക്കെ, നോർത്ത് ഈസ്റ്റേൺ റീജിയനിലേക്ക് വരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്തേക്കൊക്കെ ഈ പ്രദേശത്തൊക്കെ ലൈക്ക് അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ദ യൂസ്ഡ് ഫോഴ്സ്ഡ് കൺവേർഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ ഏറ്റവും പ്രിവലന്റ് ആയിട്ടുള്ളത് ക്രിസ്ത്യാനിറ്റിയാണ്. ഓക്കെ, പ്രിവലന്റ് ആയിട്ടുള്ള ഒരു റിലീജിയൻ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. സോ ബേസ്ഡ് അപ്പോൺ ദ ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്, അതുപോലെ ലൈക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ ഒക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് റിലീജിയൻസ് എക്സിസ്റ്റ് ദേ. ചില സ്ഥലത്ത് ഇറ്റ് ഈസ് അനീമിസം ആണ്. ഓക്കെ, അനീമിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേച്ചറിനെ വർഷിപ്പ്. ഓക്കെ, നേച്ചർ വർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയെ തന്നെ ആരാധിക്കുക. പ്രകൃതിയിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഫോഴ്സസ് ഉണ്ടായിരിക്കും, ഡിഫറെന്റ് ആയിട്ടുള്ള ശക്തികൾ ഉണ്ടായിരിക്കും. ലൈക്ക് ഇടിമിന്നൽ ഉണ്ടായിരിക്കും, മഴയുണ്ടായിരിക്കും, ഓക്കെ, ഫയർ ഉണ്ടായിരിക്കും. അങ്ങനെ നേച്ചുറൽ ഫോഴ്സസിന് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അവർ ആരാധിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള മൃഗങ്ങളെ ആയിരിക്കും ആരാധിക്കുന്നത്. സംടൈംസ് ഇറ്റ് വിൽ ബി ലൈക്ക് പ്ലാന്റ്സ്. ഓക്കെ, ചിലപ്പോൾ പ്ലാന്റ്സിനെ ആയിരിക്കും ആരാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ആരാധനകൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. ചില കമ്മ്യൂണിറ്റീസിൽ യു ക്യാൻ സീ ലൈക്ക് താന്ത്രിസം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലി കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് താന്ത്രിക് പ്രാക്ടീസസ്, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചില ട്രൈബൽ കമ്മ്യൂണിറ്റീസിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. So they have like a very different religious practices or the customary practices. But tribals in the practices നോക്കുന്ന സമയത്ത് they are like different, this perspective or this way it is like different. Okay, clear ആണോ? Okay, fine. അപ്പൊ നമ്മൾ ട്രൈബൽസിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം ജസ്റ്റ് ഐ വിൽ ഡ്രോ ദി മാപ്പ് ഓഫ് ഇന്ത്യ. ദിസ് ഇസ് ദി മാപ്പ് ഓഫ് ഇന്ത്യ. ഇനി ഓരോ പ്രദേശത്തുള്ള ചില മേജർ ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷങ്ങളുടെ ഇടയിൽ കറണ്ട് അഫയേഴ്സിലൊക്കെ റിഫ്ലക്ട് ചെയ്തു വന്ന ചില ട്രൈബൽ ഗ്രൂപ്പ്സിനെയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ട് വെക്കണം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദി നോർത്ത് ഈസ്റ്റേൺ റീജിയൻ. ഇപ്പൊ നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള മേജർ ആയിട്ടുള്ള ചില ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഒന്ന് നാഗ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നാഗാലാൻഡ്. ഓക്കെ, അപ്പം നാഗാസ് വരുന്നുണ്ട്. ദെൻ കുക്കി ട്രൈബ്സ് വരുന്നുണ്ട്. അതുപോലെ മീസോ, ഈ മീസോ ട്രൈബ്സിന്റെ ഒന്നാണ് മിസോറാം. ഓക്കെ, മീസോ ട്രൈബ്സ് വരുന്നുണ്ട്. ഓക്കെ, സോ നാഗാസ്, കുക്കി, മീസോ, ഇങ്ങനത്തെ കുറച്ച് ട്രൈബൽസിന്റെ പേരൊന്നും ഇവിടെ ഓർത്തു വെക്കുക. ദെൻ ആസാമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ചക്മ, ഓക്കെ, ഹജോങ്, ഇങ്ങനെയുള്ള ഓരോ ട്രൈബൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ മണിപ്പൂർ പ്രദേശത്തേക്ക് വരുന്ന സമയത്ത് ദർ യു ക്യാൻ സീ ദ മെയ്തി ട്രൈബ്സ്. ഓക്കെ, മെയ്തീസ്. അപ്പൊ ഈ മെയ്തീസും കുക്കീസും നാഗാസും തമ്മിലായിരുന്നു ഈ പറയുന്ന മണിപ്പൂർ കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അവിടേക്ക് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ പേരുകളൊക്കെ യു ഷുഡ് ബി ഏബിൾ ടു ഗിവ്. അപ്പം മെയ്തി കമ്മ്യൂണിറ്റീസ് അതൊന്ന് ജസ്റ്റ് അവിടെ ഓർത്ത് വെക്കേണ്ടതാണ്. ഓക്കെ,
പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ ഈ ഒരു ബംഗാൾ, അതുപോലെ ലൈക്ക് ഒഡീസ, ഈവൻ ലൈക്ക് ആസാം, ഓക്കെ, ഈ ഒരു പ്രദേശത്തേക്കൊക്കെ വരുന്ന സമയത്ത് then you can see like other different tribes. So say for example like Koya tribes are there, okay, Gonds are there, Bhil tribes are there, okay, Santals are there. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അവിടെ വരുന്ന വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ട്രൈബ്സ്. ദെൻ കോൺ ട്രൈബ്സ് ആർ ദിയർ, ഓക്കെ. ദെൻ മുണ്ട റബലിയൻ, ഓക്കെ, മുണ്ട ട്രൈബ്സ് ആർ ദിയർ. മുണ്ട റബലിയൻ, സാന്താൾ റബലിയൻ, ബീൽ ട്രൈബൽ അപ്രൈസിങ്, ഓക്കെ, ഗോൺ ട്രൈബൽ അപ്രൈസിങ്, കോയ അപ്രൈസിങ്, ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിക്കും. നമ്മുടെ മോഡേൺ ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്ത് ട്രൈബൽ റിവോൾട്ടായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഡിഫറെന്റ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാൻകീഡിയ ട്രൈബ്സ് ഇൻ ഒറീസ, ഓക്കെ, മാൻകീഡിയ ട്രൈബ്സ് ഇൻ ഒറീസ, ദേ ആർ പ്രൊട്ടക്ടിങ് ദ ടൈഗേഴ്സ് ആൻഡ് ഓൾ, ഓക്കെ. അപ്പം ഇങ്ങനെ ഈ ഒരു പ്രദേശത്ത് വരുന്ന മേജർ ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ്സിനെ ഒന്ന് പരിചയപ്പെട്ട് വെക്കുക. ഞാൻ ഓരോ പ്രദേശം പഠിപ്പിച്ചു തരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ട്രൈബൽ ഗ്രൂപ്പ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ UPSC ഒരു പെർസ്പെക്റ്റീവില് ഏതെങ്കിലും ഒരു റീജിയൻ അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ വെച്ച് ചോദ്യം ചോദിക്കുന്ന സമയത്ത് യു ക്യാൻ ഗിവ് ദ നെയിംസ്, ഓക്കെ, ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഗിവ് ദ നെയിംസ്. ഓരോ ട്രൈബൽസിന്റെ പേരെടുത്ത് പറഞ്ഞ് എഴുതുന്ന സമയത്ത് ദാറ്റ് ആൻസർ ബിക്കം സോ വാലിഡ്, ഓക്കെ, ദാറ്റ് ആൻസർ, ആ ഒരു ആൻസറിനാണ് വാലിഡിറ്റി. മറ്റൊരു ജനറൽ ആൻസർ ആണ്, ട്രൈബൽസ് അങ്ങനെയാണ്, ട്രൈബൽസ് എങ്ങനെയാണ്, നോർത്ത് ഈസ്റ്റിലെ ട്രൈബൽസ്. അപ്പൊ ലൈക്ക് നിങ്ങൾ വെറുതെ ട്രൈബൽ എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് നിങ്ങൾ എഴുതുന്നതും അതല്ലെങ്കിൽ ഈ പറയുന്ന ഈസ്റ്റേൺ റീജിയനെ കുറിച്ച് എഴുതുന്നതും വെസ്റ്റേൺ റീജിയനെ കുറിച്ച് എഴുതുന്നതും സദേൺ റീജിയനെ കുറിച്ച് എഴുതുന്നതും എല്ലാം സെയിം തന്നെയാണ്. കാരണം അവിടെ നിങ്ങൾ പേരൊന്നും കൊടുത്തിട്ടില്ല. അപ്പം പേര് കൊടുക്കുന്ന സമയത്ത് മാത്രമേ ആൻസർ സ്പെസിഫിക് ആവുള്ളൂ, സ്പെസിഫിക് ആൻസറിന് മാത്രമേ മാർക്ക് കിട്ടുള്ളൂ മെയിൻസ് എക്സാമിനേഷനിൽ വരുന്ന സമയത്ത്. സോ ദാറ്റ്സ് വൈ ഐ ആം ഗിവിംഗ് ദിസ് വെരി ഫേമസ്. ഇതൊക്കെ ഡിഫറെന്റ് ടൈംസിൽ ഡിഫറെന്റ് രൂപത്തിൽ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നതോ കറണ്ട് അഫയേഴ്സിൽ കേൾക്കാൻ സാധ്യതയുള്ളതോ ആയിട്ടുള്ള പേരുകൾ മാത്രമാണ്, ഓക്കെ. സോ അത്രയും പേരുകൾ ജസ്റ്റ് അവിടെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി സദേൺ റീജിയനിലേക്ക്, എസ്പെഷ്യലി തമിഴ്നാട് റീജിയനിലേക്കൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചില ട്രൈബൽസ് എന്ന് പറയുന്നത് ഒന്ന് ഇരുളർ, ഓക്കെ, ഇരുളർ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. തമിഴ്നാട് കേരള ബോർഡറിലൊക്കെ വരുന്നതാണ് ഇരുളർ എന്ന് പറയുന്നത്. ദെൻ അഡിയാൻസ്, അഡിയാൻ ട്രൈബൽ ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. കാടർ, ഓക്കെ, കാടർ വരുന്നുണ്ട്. ദെൻ കണിക്കർ, ഓക്കെ, കണിക്കർ വരുന്നുണ്ട്. ദെൻ കോട്ടാസ് വരുന്നുണ്ട്, ഓക്കെ. ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഒരു തമിഴ് ചൊവയുണ്ട്, ഒരു തമിഴ് ചൊവയുണ്ട്, സോറി. അപ്പം ഇരുളർ വരുന്നുണ്ട്, അടിയാർ വരുന്നുണ്ട്, കാടർ വരുന്നുണ്ട്, കണിക്കർ വരുന്നുണ്ട്, കോടാസ് വരുന്നുണ്ട്, ഓക്കെ. ഇതൊക്കെ തമിഴ്നാട് ലൈക്ക് സെൻട്രൽ ആയിട്ട് വരുന്ന ചില ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ്. ദെൻ കേരളത്തിലേക്ക് വരുന്ന സമയത്ത്, ഓക്കെ, കാട്ടുനായ്ക്കർ വരുന്നുണ്ട്, ഓക്കെ. ദെൻ ലൈക്ക് നിങ്ങൾ പഴശ്ശി കലാപമൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ അതിന്റെ കൂടെ പഠിക്കുന്നതാണ് കുറിച്യ ആൻഡ് കുറുമ്പ ട്രൈബൽ ഗ്രൂപ്പ്സ്, കുറിച്യ ആൻഡ് കുറുമ്പ ട്രൈബൽ ഗ്രൂപ്പ്സ്, ഓക്കെ. സോ ഇത്തരത്തിലുള്ള മേജർ ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ്സ് ഈ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുണ്ട് എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. ദെൻ കുറച്ചും കൂടെ മുകളിലേക്ക് കർണാടക പ്രദേശത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നേരത്തെ നമ്മൾ പഠിച്ച അടിയാർ ട്രൈബൽ ഗ്രൂപ്പ്സ് ഇവിടെയും വരുന്നുണ്ട്, ഓക്കെ. അടിയാർ ട്രൈബൽ ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. അതുപോലെ ലൈക്ക് ഗോൺസ് വരുന്നുണ്ട്, ബീൽ ട്രൈബ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ ഗോൺസ്, ബീൽസ്, ഈ ട്രൈബൽ ഗ്രൂപ്പ്സ് ഒക്കെ ലൈക്ക് വൺ ഓഫ് ദ ലാർജസ്റ്റ് ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ്. ദേ ആർ എക്സ്റ്റെൻഡഡ് അലോങ് ദിസ് പെർട്ടിക്കുലർ റീജിയൻ, ഓക്കെ. അതായത് ഇവിടെ വരുന്നത് ടെമ്പറേറ്റ് ഫോറസ്റ്റ് ആണ്. ഈ ടെമ്പറേറ്റ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കണക്റ്റഡ്, ഓക്കെ, ഈ സംസ്ഥാനങ്ങളിലൊക്കെ വ്യാപിച്ച് കിടക്കുന്നതാണ് ടെമ്പറേറ്റ് ഫോറസ്റ്റ്. അപ്പം ആസ് ദിസ് ട്രൈബൽ ഗ്രൂപ്പ്സ് ആർ മൂവിങ് അലോങ് ദിസ് ഫോറസ്റ്റ് ദേ ആർ സ്പ്രെഡ് അക്രോസ് ഓൾ ദിസ് ഏരിയ, ഓക്കെ. ഈ ഒരു എൻറ്റയർ ഏരിയയിലേക്ക് അവർ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഗോൺസ്, ബീൽസ് ഒക്കെ ഇതുപോലെ ഡിഫറെന്റ് സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, ഓക്കെ. ദെൻ അടുത്തത് വീണ്ടും മഹാരാഷ്ട്ര റീജിയനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗോൺസ്, ബീൽസ് ഇതൊക്കെ അവിടെയും വരുന്നുണ്ട്. അത് അല്ലാതെ, ഓക്കെ, പിന്നെ വരുന്നതാണ് ധോഡിയ, ഓക്കെ, ധോഡിയ ട്രൈബൽ ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. അതുപോലെ ലൈക്ക് കഡ്കുരി, ഓക്കെ, കഡ്കുരി, അങ്ങനത്തെ മേജർ ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ്സ് മഹാരാഷ്ട്ര റീജിയനിലേക്ക് വരുന്നുണ്ട്. ദെൻ അവിടുന്ന് കുറച്ചുകൂടെ മുകളിലേക്ക് പോകുന്ന സമയത്ത് രാജസ്ഥാനിലേക്ക് വരുന്ന സമയത്ത്, ഓക്കെ, ദർ യു ക്യാൻ സീ ലൈക്ക് ദങ്ക ട്രൈബൽ ഗ്രൂപ്പ്സ് ആർ ദിയർ, ഓക്കെ. സോ ദങ്ക ട്രൈബൽ ഗ്രൂപ്പ്സ് ആർ ദിയർ. ദെൻ അവിടുന്ന് വീണ്ടും നമ്മൾ കുറച്ചും കൂടെ മുകളിലേക്ക് പോവുകയാണ്. ജമ്മു കാശ്മീർ ഈ ഒരു പ്രദേശത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചക്മാസ് ആർ ദിയർ, ഓക്കെ, പശ്മിന ഷോൾസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചക്മ ട്രൈബൽ ഗ്രൂപ്പ്സ് ആർ ദിയർ. ദെൻ ലൈക്ക് ഗുജർ ആർ ദിയർ, ഓക്കെ, ഗുജർ ട്രൈബൽ ഗ്രൂപ്പ്സ് ആർ ദിയർ, ഓക്കെ. അതുപോലെ ലൈക്ക് ഗുറ ട്രൈബൽ ഗ്രൂപ്പ്സ് ആർ ദിയർ, ഗുജർ, ഗുറ, ഇതൊക്കെ ലൈക്ക് നമുക്ക് ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് പ്രദേശത്ത് കാണാൻ പറ്റുന്നതാണ്, ഓക്കെ. ദെൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് ആ ഒരു
പ്രദേശം അതിന്റെ കുറച്ച് താഴെ ഏരിയയിലേക്കൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് there is like Buksa is there, okay, then Kol is there, other like Raji is there. ഇതൊക്കെ ഇവിടെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ, ദെൻ സിക്കിമിലേക്ക് വരുന്ന സമയത്ത്, സിക്കിമിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾ പ്രധാനമായിട്ട് പഠിച്ചു വെക്കേണ്ട ചില ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഒന്ന് ലൈക്ക് ഗാസ് വരുന്നുണ്ട്, ഓക്കെ, അതൊരു ലൈക്ക് ലിംബു ട്രൈബൽ ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ കംസ് ലൈക്ക് ദ ബുട്ടിയ. ഓക്കെ, ഇങ്ങനെ ഓരോ പ്രദേശത്തും വരാൻ സാധ്യതയുള്ള അവിടുന്നൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ന്യൂസ് പേപ്പറിൽ ഓവർ ദ ടൈം നമ്മൾ പല സമയത്തും കേട്ടിട്ടുള്ള മേജർ ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ് ഇത്. ഇതിൽ ചില ട്രൈബൽ ഗ്രൂപ്പ്സ് ഒക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ചക്മാസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ചതാണ്. ബാക്കിയുള്ള ട്രൈബൽ ഗ്രൂപ്പ്സ് നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഓരോ റീജിയൻ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക. അപ്പൊ നിങ്ങളുടെ ആൻസറിൽ ഇതൊക്കെ നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ജസ്റ്റ് റിമെമ്പർ അറ്റ്ലീസ്റ്റ് സം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത്രയും ട്രൈബൽ ഗ്രൂപ്പ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് സം ഓർ ദി അതർ വേ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. UPSC ഇത്രയും കാലം പഠിച്ച സമയത്ത് പഠിച്ച് അങ്ങനെ നമ്മുടെ മൈൻഡിൽ കാണാതെ വന്നിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ് ഇത്രയും എന്ന് പറയുന്നത്. ഇതല്ലാതെ സ്പെസിഫിക് ആയിട്ടുള്ള ധാരാളം വേറെയും ട്രൈബൽ ഗ്രൂപ്പ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം അതിന്റെ ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് ലൈക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഇത്തരം പേരുകളൊക്കെ കേൾക്കുന്ന സമയത്ത് അവിടെ ചെറിയൊരു അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം അത് കുറെ കാലമായിട്ട് ഇങ്ങനെ കറണ്ട് അഫയേഴ്സിന്റെ ന്യൂസിൽ ഉണ്ടായതാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ആയിട്ട് വന്നതാണ്. അപ്പൊ ആ ഒരു തീമിൽ ഒരു അറ്റൻഷൻ കൊടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലേക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഒരുപാട് വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. യു ഡോണ്ട് ഹാവ് ടു ഒരുപാട് ഡെപ്തിലേക്ക് ഇറങ്ങി അത്ര സ്പെസിഫിക് ഇൻഫർമേഷൻസ് ഒന്നും പഠിക്കേണ്ട. വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ ചാപ്റ്ററിൽ ഒന്ന് നോക്കി പോവാം. ഓക്കെ, ആൻഡ് ദർ ഇസ് വൺ മോർ തിങ്, വൺ വെരി വെരി ഇമ്പോർട്ടന്റ് തിങ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട മറ്റൊരു കാര്യം, ദാറ്റ് ഇസ് ദി എമർജൻസ് ഓഫ് ദ വർണ്ണ സിസ്റ്റം. അപ്പം ആദ്യ കാലങ്ങളിൽ ജനങ്ങളൊക്കെ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. ഓരോരുത്തരും ഡിഫറെന്റ് ആയിട്ടുള്ള ജോബ് ആക്ടിവിറ്റിയിൽ എന്ത് ചെയ്തു, എൻഗേജ് ചെയ്തു. ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ജോലികൾ ഉണ്ടായിരുന്നു. അപ്പൊ ബേസ്ഡ് അപ്പോൺ ദിസ് ജോബ് വി ക്ലാസിഫൈഡ് ദ പീപ്പിൾസ് ഇൻ ടു ഡിഫറെന്റ് വർണ്ണ. ഓക്കെ, സോ വർണ്ണ സിസ്റ്റം അല്ലെങ്കിൽ ഈ വർണ്ണ ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജോബ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ആയിരുന്നു. ഓക്കെ, ഈ വർണ്ണ അല്ലെങ്കിൽ വർണ്ണ സിസ്റ്റം ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ബേസ്ഡ് അപ്പോൺ ദി എംപ്ലോയ്മെന്റ്. പിന്നീട് വീണ്ടും നമ്മുടെ സൊസൈറ്റി ഡെവലപ്പ് ആയി. അങ്ങനെ ഓരോ ജോലിക്കും വേറെയും സബ് ഡിവിഷൻസ് വന്നു. ഓക്കെ, അപ്പം ഓരോ ജോലിക്കും ലൈക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചില സ്പെസിഫിക്കേഷൻസ് വന്നു. ഓക്കെ, പണ്ട് ജനറൽ ആയിട്ട് ഇരുമ്പ് പണിക്കാരൻ മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഇരുമ്പ് പണിയിൽ തന്നെ ലൈക്ക് കത്തി ഉണ്ടാക്കുന്ന ആൾക്കാർ, ഓക്കെ, അതല്ലാതെ മഴ ഉണ്ടാക്കുന്ന ആൾക്കാർ, ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വീണ്ടും വീണ്ടും ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം അതോട് കൂടിയിട്ട് ഇവിടെ എന്ത് ചെയ്തു, സബ് കാറ്റഗറൈസേഷൻ വന്നു. ആ സബ് കാറ്റഗറൈസേഷൻ ആണ് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്, ജാതിയിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, അത് പിന്നീട് ജാതി പേരുകളായിട്ട് മാറുകയും ചെയ്തു. So initially the Varna system came. Varna system led to the emergence of the caste. ആ കാസ്റ്റിലെ വീണ്ടും സബ് കാറ്റഗറൈസേഷൻ ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് കാസ്റ്റ് എമേർജ് ചെയ്തു. ഈ എമേർജ് ചെയ്ത സബ് കാസ്റ്റ് വിച്ച് വി കൺസിഡർ ഇക്വലന്റ് ടു ദ ജാതി. അപ്പൊ വർണ്ണ എന്താണ്, ജാതി എന്താന്നുള്ളത് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ക്ലിയർ ആണോ? ഓക്കെ, ഹസ്ന ഇത് മനസ്സിലായിട്ടുണ്ടോ? വർണ്ണ അതുപോലത്തെ ലൈക്ക് ജാതി രണ്ടും എന്താണെന്നുള്ളത്? ഇല്ല സാർ, ഒന്നും കൂടെ പറയാം. ഓക്കെ, ഷുവർ. അതായത് ആദ്യ കാലങ്ങളിൽ ഇപ്പം നമ്മുടെ ഒരു ഹ്യൂമൻസിന്റെ ഒരു എമർജൻസി ടൈം ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, നമ്മുടെ ആൾക്കാരൊക്കെ എങ്ങനെ വരികയാണ്. അപ്പം ഇനീഷ്യൽ ടൈംസ് ഓൺവേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൗര്യ സമയത്തിന്റെ ഒക്കെ ഒരു BC കാലഘട്ടം. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഓരോ ആളുകളും ഡിഫറെന്റ് ആയിട്ടുള്ള ജോലികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ജോബ് ആക്ടിവിറ്റി ഒക്കെ വരുന്നുണ്ട്. അന്നത്തെ കാലത്ത് പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ചില ആൾക്കാർ അഗ്രികൾച്ചർ ആയിരിക്കും, ചില ആളുകൾ അതിന് വേണ്ടിയിട്ടുള്ള വെപ്പൺസ് ഉണ്ടായിരിക്കും, ചില ആളുകളിലേക്ക് രാജാക്കന്മാരായിരിക്കും അല്ലെങ്കിൽ ലൈക്ക് റൂളിംഗ് ക്ലാസ് ആയിരിക്കും, ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ദൈവത്തിന് വേണ്ടിയിട്ട് ആരാധനകൾ നടത്തുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള റിച്വൽ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ മേജർ ആയിട്ട് ഇത്രയും ഡിവിഷൻസ് സൊസൈറ്റിയിൽ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഈ റിച്വൽസ് ചെയ്യുന്ന ആളുകളൊക്കെ ഒരു കാറ്റഗറി, ഈ ഭരിക്കുന്ന ആൾക്കാരൊക്കെ അടുത്തൊരു കാറ്റഗറി, ഈ വെപ്പൺസ് ഉണ്ടാക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ വേറെ കാറ്റഗറി, ഈ അഗ്രികൾച്ചർ ചെയ്യുന്ന ആൾക്കാരൊക്കെ വേറൊരു കാറ്റഗറി. ഇങ്ങനെ ജോബിൽ ഡിവിഷൻ വന്നു. ഇനീഷ്യലി വരുന്നത് എന്താണ്, ഡിവിഷൻ ബേസ്ഡ് അപ്പോൺ ജോബ് ആണ്. ഡിവിഷൻ ബേസ്ഡ് അപ്പോൺ ജോബ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ്. സൊസൈറ്റിയിൽ ഒരു ഡിവിഷൻ വന്നു. അത് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, സയന്റിസ്റ്റ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ ലൈക്ക് സോഫ്റ്റ്വെയർ അതുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ സൊസൈറ്റിയിലെ ഒരു ടോപ്പ് പ്രൊഫൈൽ ജോബ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇതിന്റെ കുറച്ച് താഴത്തേക്കൊക്കെ വരുന്ന സമയത്ത്
ഓക്കെ, കുറച്ചുകൂടി താഴത്തേക്കൊക്കെ വരുന്ന സമയത്ത് ലൈക്ക് ഇപ്പൊ ഒരു കട നടത്തുന്ന ആളുകൾ, ഓക്കെ, ഡെയിലി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതിന്റെ കുറച്ചുകൂടെ താഴത്തേക്ക്, അതിനും കുറച്ചുകൂടെ താഴത്തേക്കൊക്കെ വരുന്ന സമയത്താണ് എന്ത്, ലൈക്ക് അഗ്രികൾച്ചർ, ഓട്ടോ ഓടിക്കുന്ന ആളുകൾ. ഓക്കെ, ഞാൻ പറഞ്ഞത് എവ്രി ജോബ് ഹാസ് എ ഡിഗ്നിറ്റി, എവ്രി വൺ ഹാസ് എ ഡിഗ്നിറ്റി. ഇതിനാരെങ്കിലും ബൈ ഡിഫോൾട്ട് മുകളിലാണ് താഴെയാണ് അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതല്ല. പക്ഷേ നമ്മുടെ സൊസൈറ്റി ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് എ ലാഡർ. ഇതിന് മുകളിലായിരിക്കും കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈക്ക് IAS, IPS ഓർ ലൈക്ക് ദ CEO, ഈ കാറ്റഗറിയിലൊക്കെ വരുന്ന ആളുകളെ വി കൺസിഡർ ഓവർ ഹിയർ. അപ്പൊ നമ്മുടെ സൊസൈറ്റി ഇത്തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഇന്ററാക്ഷൻസിൽ ഈ ലെവലിലുള്ള ആൾക്കാർ ഇവിടെയുള്ള ആളുകളായിട്ടായിരിക്കും ഇന്ററാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടേക്ക് വരുന്ന ആളുകൾ ഇവിടെയുള്ള ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യും, ഇവിടെയുള്ള ആളുകൾ ഈ ഒരു ലെവൽ ഓഫ് ആൾക്കാർ, ഇവരുടെ ഫ്രണ്ട് സർക്കിൾ എന്നൊക്കെ പറയുന്നത് ഈ രൂപത്തിലായിരിക്കും. ഇവിടേക്ക് എത്തുന്ന സമയത്ത് യുവർ ഫ്രണ്ട് സർക്കിൾ വിൽ ചേഞ്ച്, യു വിൽ ബി ലൈക്ക് എൻറ്റയർലി ഡിഫറെന്റ്. അപ്പൊ ഇത്തരത്തില് ബേസ്ഡ് അപ്പോൺ ദ ജോബ് ഓരോ ക്ലാസിഫിക്കേഷൻസ് വന്നു. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർണ്ണ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, വർണ്ണ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ സർ. ഓക്കെ ഫൈൻ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ആസ്ക്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാലും മതി, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാലും മതി. ഓക്കെ, നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ഫർദർ ഡിസ്കഷൻ. അപ്പൊ ആദ്യ കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ഡിവിഷൻ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി, ഈ റൂളിംഗ് ക്ലാസ്സിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള റൂളേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് IAS, IPS അങ്ങനെ ലൈക്ക് ടോപ്പ് പൊസിഷനിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. അതിന് കുറച്ച് താഴത്തേക്ക് വരുന്ന സമയത്ത് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസേഴ്സ് ഒക്കെ ഗസറ്റഡ് ഓഫീസേഴ്സ് വരുന്നുണ്ട്. അതിനും കുറച്ചുകൂടെ താഴത്തേക്ക് വരുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അതായത് ലൈക്ക് സെക്ഷൻ ഓഫീസേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർ. അതിനും താഴത്തേക്ക് വരുന്ന സമയത്ത് LD ക്ലർക്ക് പോലുള്ള ആൾക്കാർ അത് വരുന്നുണ്ട്. ഓക്കെ, ഇനി അതിനും താഴത്തേക്ക് വരുന്ന സമയത്ത് സം ലൈക്ക് ഡെയിലി വേജസ് വരുന്നുണ്ട്. ഓക്കെ, ലൈക്ക് സ്വീപ്പേഴ്സ്, ഡ്രൈവേഴ്സ്, ഓക്കെ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ ഒരു ഇതിലുള്ള ക്ലാസിഫിക്കേഷൻ്റെ ഒരു ഡിവിഷനാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഈ റൂളിംഗ് ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വർക്കിൽ തന്നെ വി കൺസിഡർ ദിസ് ഇസ് ആസ് ടോപ്പ്. അതിന് കുറച്ചുകൂടെ താഴെയുള്ള രൂപത്തിൽ ഇവരെ കൺസിഡർ ചെയ്യും, അതിനും കുറച്ചുകൂടെ താഴെയുള്ള രൂപത്തിൽ ഇവരെ കൺസിഡർ ചെയ്യും. ഇങ്ങനെ ഇവിടേക്ക് എത്തുന്ന സമയത്ത് ചെറിയ രൂപത്തിലുള്ള പുച്ഛം. ഓക്കെ, ചിലപ്പോൾ ലൈക്ക് നല്ല രൂപത്തിൽ തന്നെയുള്ള പുച്ഛം. അപ്പം ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ജോബിൽ തന്നെ ഒരു ഡിവിഷൻ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, സോ ഇറ്റ് ലെഡ് ടു ദ സബ് കാറ്റഗറൈസേഷൻ. സബ് കാറ്റഗറൈസേഷൻ. ഓക്കെ, ഇതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും ഡിവൈഡ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇവിടെ ഇപ്പം ലൈക്ക് റിച്വൽസ് ചെയ്യുന്ന ഇവരാണ് ഏറ്റവും ടോപ്പ്. രണ്ടാമത്തെ ക്ലാസ് ആണ് എന്ത്, അല്ലെങ്കിൽ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നതാണ് റൂളിംഗ്. മൂന്നാമത്തതാണ് ഇവർ, ഏറ്റവും താഴെയുള്ള ആൾക്കാരാണ് ഈ കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ആൾക്കാരാണ് ഇവരാണ്. പിന്നെ വരുന്നത് ഇവരാണ്, പിന്നെ വരുന്നത് ഇവരാണ്, ഇവരാണ്, ഇവരാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഒരു കാറ്റഗറൈസേഷന്റെ ഉള്ളിൽ തന്നെ വീണ്ടും കാറ്റഗറൈസേഷൻ വന്നു. ഓക്കെ, സോ ഈ ഒരു ഡിവിഷനാണ് എന്തെന്ന് പറയുന്നത്, സബ് കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ ഫൈൻ. ഈ സബ് കാറ്റഗറൈസേഷൻ ആണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ജാതി ആയിട്ട് മാറുന്നത്. ഓക്കെ, ആദ്യം നമ്മുടെ കാസ്റ്റ് ഏതാന്ന് ചോദിക്കും. ഓക്കെ, ഓക്കെ, നമ്മുടെ കാസ്റ്റ് ഏതാന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ കാസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ നിങ്ങളുടെ ചിലരുടെയൊക്കെ കാസ്റ്റ് ലൈക്ക് ഇസ്ലാം എന്നായിരിക്കും. ഓക്കെ, ഇനി ജാതി ഏതാന്ന് ചോദിക്കും. ഇറ്റ് വിൽ ബി ലൈക്ക് മാപ്പിള. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാസ്റ്റ് ആൻഡ് ജാതി എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് ഓൺലി ടു ദ ഹിന്ദുയിസം. നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകതയാണ്, ഇനീഷ്യലി കാസ്റ്റ് ആൻഡ് ജാതി ഇറ്റ് എമേർജ്ഡ് ഫ്രം ദ ഹിന്ദുയിസം. പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള മറ്റു മതങ്ങളായിട്ടുള്ള ലൈക്ക് ഈവൻ ബുദ്ധിസം ആയാലും, ഇവിടെ എമേർജ് ചെയ്ത ബുദ്ധിസം ആയാലും, ക്രിസ്ത്യാനിറ്റി ആയാലും, അതുപോലെ ലൈക്ക് ഇസ്ലാം ആയാലും, ഈ എല്ലാ റിലീജിയനിലേക്കും ഈ കാസ്റ്റ് സിസ്റ്റം പിന്നീട് എന്ത് ചെയ്തു, കടന്നു വന്നു. അപ്പം ഈ പറയുന്ന ഈവൻ ദ ഹിന്ദുയിസത്തിലുള്ള അത്രത്തോളം റിജിഡ് ആയിട്ട്, അത്രത്തോളം വിസിബിൾ ആയിട്ട് കാസ്റ്റ് സിസ്റ്റം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ടു സം എക്സ്റ്റെൻഡ് ദിസ് കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റ് ഓവർ ഹിയർ. ഓക്കെ, ചെറിയ രൂപത്തിലെങ്കിലും ഈ ഓരോ അതർ റിലീജിയനിലും എന്ത് ചെയ്തിട്ടുണ്ട്, കാസ്റ്റ് സിസ്റ്റം പെനട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. അപ്പം ഇതിനെക്കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ ടുവേർഡ്സ് ദ എൻഡ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. സോ ആസ് യു ക്യാൻ സി ഹിയർ, ഈ ഒരു ബേസിക് ഡിവിഷനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. വർണ്ണ ഡിവിഷൻ വരുന്നുണ്ട്. ഈ ഒരു വർണ്ണ ഡിവിഷനിൽ ഏറ്റവും മുകളിൽ വരുന്ന ആ ഒരു റിച്വൽ ചെയ്യുന്ന അല്ലെങ്കിൽ അവിടുത്തെ ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയാണ് ബ്രാഹ്മണാസ് എന്ന് പറയുന്നത്. അതിന് താഴെ വരുന്ന റൂളിംഗ് ക്ലാസ് ആണ് ക്ഷത്രിയ എന്ന് പറയുന്നത്.
അതിന് താഴെ വരുന്ന കച്ചവടക്കാരാണ് വൈശ്യാസ് എന്ന് പറയുന്നത്. അതിനും താഴെ വരുന്ന അടിമകൾ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ലേബേഴ്സ്, ഇവരെയാണ് എന്തെന്ന് പറയുന്നത്, ശൂദ്രാസ് എന്ന് പറയുന്നത്. അപ്പം ഈ രൂപത്തിലുള്ള ഒരു വർണ്ണ ക്ലാസിഫിക്കേഷൻ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ശൂദ്ര കാറ്റഗറിയിൽ വരുന്നത് അല്ലെങ്കിൽ ഇതിനും താഴത്തേക്ക് വരുന്ന ആൾക്കാരായിരുന്നു ട്രൈബൽ കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസ്കഷൻസ് യു ക്യാൻ സി ഓവർ ഹിയർ. ഓക്കെ, ദേ വർ ലൈക്ക് ഹണ്ടേഴ്സ്, ഗ്യാദറേഴ്സ്, ഹേർഡ്സ്. അപ്പൊ അവരുടെ ഏർലിയസ്റ്റ് ഫോംസ് ഓഫ് ലൈവ്ലിഹുഡ്, അവർ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. ആൻഡ് ദ ട്രൈബൽ സൊസൈറ്റീസ് ലൈക്ക് ഡിപ്പെൻഡന്റ് ഓൺ ഈച്ച് അതർ, വിച്ച് മീൻസ് ദാറ്റ് ദേ ഹാഡ് എ കമ്മ്യൂണിറ്റി ലിവിങ്. ഓക്കെ, സോ അതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് യു ഹാവ് ടു റീഡ് ഇറ്റ്. ഓക്കെ, ദെൻ ഇറ്റ് ടോക്സ് അബൌട്ട് ദ കസ്റ്റംസ്, ഓറൽ ട്രഡീഷൻസ്, അതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് റീഡ് അബൌട്ട് ഇറ്റ്. ദെൻ ഓരോ പ്രദേശത്തും വരുന്ന പഞ്ചാബ് കോക്കർ ട്രൈബ്സ്, ഓരോ പ്രദേശത്ത് വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ട്രൈബൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഈവൻ മുഗൾസിന്റെ സമയത്ത് ഈ ഒരു ഗോക്കർ ട്രൈബ്സ് എന്ന് വരുന്ന, ഓക്കെ, ഗോക്കർ ട്രൈബ്സ്, അതുപോലെ ലൈക്ക് ഗാഗ്രാസ്, ഓക്കെ, ഗാഗർസ്. സോ ഈ ഗാഗർസ് വരുന്ന സമയത്ത് ഈ ഗാഗർസിൽ ഉണ്ടായിരുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ആയിരുന്നു കമാൽ ഖാൻ ഗാഗർ എന്ന് പറയുന്നത്. ഈ കമാൽ ഖാൻ ഗാഗറിനെ അക്ബർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹി അപ്പോയിന്റഡ് ആസ് എ മാൻസബ്ദാർ. ഇതൊന്നും നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ അല്ല കേട്ടോ, UPSC പെർസ്പെക്റ്റീവിൽ ഒട്ടും ആവശ്യമില്ലാത്ത സാധനമാണ്. ബട്ട് ഫോർ ദ ടൈം ബീങ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വെക്കാം, എങ്ങനെയായിരുന്നു ഹിസ്റ്റോറിക്കലി ആ ഒരു റിലേഷൻസ് എമേർജ് ചെയ്ത് വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, ജസ്റ്റ് ഫോർ ദ സേക്ക് റീഡ് ചെയ്യാം. ഓക്കെ, അതായത് അക്ബർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ട്രൈബൽ ചീഫ്സിനൊക്കെ ഈ അപ്പോയിന്റഡ് ഇൻ ടു ദ വെരി സൂപ്പർ ലൈക്ക് ഓർ ലൈക്ക് വെരി ഇമ്പോർട്ടന്റ് പൊസിഷൻ. ദെൻ ഇന്ത്യയിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ്സ്, അതിന്റെ ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ യു ക്യാൻ സീ ഇറ്റ് ഓവർ ഹിയർ. ഓക്കെ, ഗോൺസ്, കോയാസ്, ഭീൽ ട്രൈബ്സ്, മുണ്ടാസ്, ഓക്കെ, ദെൻ ചെറോസ്. ഈ ചെറോസിനെ ഈവൻ ലൈക്ക് മുഗൾസിന്റെ സമയത്ത് പല രൂപത്തിൽ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മുഗൾസ് ഇവിടെ ഡൽഹിയിലാണ്, ഓക്കെ, ഡൽഹി പ്രദേശത്താണ്. സോ ദേ കണ്ടക്റ്റഡ് ഡിഫറെന്റ് റെയ്ഡ്സ് ഇൻ ഓർഡർ ടു കോൺക്വയർ ദ ചെറോസ്. പക്ഷെ അതൊന്നും ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. ദെൻ ഗാസിഗാരോ ട്രൈബ്സ് ആർ ഹിയർ. Then like Naga tribes, Ahom tribes is there. Okay, Ahom tribes എന്ന് പറയുന്നത് ഈവൻ ഇറ്റ് വാസ് ലൈക്ക് ഒരു രാജവംശമായിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ കൺസിഡർ ചെയ്യാറുണ്ട് അഹോം. സോ അഹോം റിവോൾട്ട് ഒക്കെ യു വിൽ ലൈക്ക് സ്റ്റഡി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ വിട്ടുപോയൊരു സാധനമായിരുന്നു അഹോം ട്രൈബൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ്. സോ ഇത്തരത്തിലുള്ള മേജർ ട്രൈബൽ ഗ്രൂപ്പ്സ് പറയുന്നുണ്ട്. ദെൻ ദ എമർജൻസ് ഓഫ് ദ ഡിഫറെന്റ് ക്ലാൻസ്. ഓക്കെ, അതായത് ഓരോ ലൈക്ക് ഇറ്റ്സ് എ സ്മാൾ ഗ്രൂപ്പ് ഓർ ഫാമിലീസ്, ഓരോ ക്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ ഇറ്റ് ടോക്സ് അബൌട്ട് ദ ഷെപ്പേർഡ് ട്രൈബ്സ് ലൈക്ക് ഗഡീസ് ഫ്രം ദ വെസ്റ്റേൺ ഹിമാലയാസ്. സോ ഇവിടൊക്കെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോയാൽ മതി, നോ നീഡ്. ദെൻ യു ക്യാൻ സീ ലൈക്ക് ദ അക്ബർ ചെറോസിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹി ഹാഡ് കണ്ടക്ടഡ് ലൈക്ക് ഡിഫറെന്റ് മിലിറ്ററി എക്സ്പെഡിഷൻ. ഈവൻ ഔറംഗസേബ് എന്ത് ചെയ്തിട്ടുണ്ട്, ചെറോസിനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് സം ഓഫ് ദം സക്സീഡഡ്, സം ഓഫ് ദം ലൈക്ക് ഫെയിൽഡ്. ദെൻ മഹാരാഷ്ട്ര റീജിയനിലേക്ക്, അതുപോലെ മഹാരാഷ്ട്ര കർണാടകയിലേക്ക് വരുന്ന സമയത്ത് കോലീസ് ട്രൈബ്സിനെ കുറിച്ചിട്ട്, ബേർഡ്സിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബറാഡ്സിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് റീഡ് അബൌട്ട് ഇറ്റ്. ദെൻ കൊറഗാസ്, വെട്ടാർസ്, ഓക്കെ, ദെൻ മറവാർസ്, ഇവരെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഓരോ ട്രൈബൽ ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ട്, അവരുടെ അഗ്രികൾച്ചർ, അങ്ങനെ ജസ്റ്റ് റീഡ് ചെയ്യുക, വേറെ പ്രത്യേകിച്ച് ആവശ്യമൊന്നും വരുന്നില്ല. ദെൻ നൊമേഡിക് ആൻഡ് പാസ്റ്ററലിറ്റ്സ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ മേയിച്ച് നടക്കുന്ന ആനിമൽ റിയറിങ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ആൻഡ് ദേ കളക്റ്റഡ് ലൈക്ക് വൂൾ, ഗീ, മിൽക്ക്, മീറ്റ്. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ദേ ഹാവ് കളക്റ്റഡ് ആൻഡ് ദേ ക്രിയേറ്റഡ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലൈക്ക് യൂട്ടൻസിൽസ് ഔട്ട്സ് ഓഫ് ഇറ്റ് ആൻഡ് ദേ സോൾഡ് ഇറ്റ്. ഓക്കെ, അതിനെ കുറിച്ചൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് റീഡ് അബൌട്ട് ഇറ്റ്. ദെൻ അലാവുദ്ദീൻ ഖിൽജിയുടെ സമയത്ത്, ഓക്കെ, അദ്ദേഹത്തിന്റെ കാരവൻ വാസ് കോൾഡ് താണ്ട. ഇതൊക്കെ ലൈക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ്സ് ആണൊക്കെ പറയുന്നുണ്ട്. യു ക്യാൻ റീഡ് അബൌട്ട് ഇറ്റ്. ദെൻ ബഞ്ചാറാസ്, ദേ ആർ ആൾസോ ലൈക്ക് വൺ ഡൊമിനന്റ് ട്രൈബൽ കമ്മ്യൂണിറ്റി, ബഞ്ചാറാസ്. ദെൻ അവരുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ആൻഡ് ഇറ്റ് ആൾസോ അബൌട്ട് ദ ലൈക്ക് ദ ഡിഫറെന്റ് വെയേഴ്സ് ദേ ആർ മേക്കിംഗ് ആൻഡ് ദേ ആർ സെല്ലിംഗ്, അതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ദ ഡിഫറെന്റ് കാസ്റ്റ് ആൻഡ് ദ ഹൈറാർക്കി. ഓക്കെ, കാസ്റ്റ് സിസ്റ്റം വരുന്നുണ്ട്. ആ കാസ്റ്റ് സിസ്റ്റം സൊസൈറ്റിയിൽ ഒരു ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യുന്നു. അതിന്റെ ഉള്ളിൽ വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻ വരുന്നു. ദാറ്റ് ലെഡ് ടു ദി എമർജൻസ് ഓഫ് ദ ജാതി. സോ അങ്ങനത്തെ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യു ക്യാൻ റീഡ് അബൌട്ട് ഇറ്റ്. ദെൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ജാതി അല്ലെങ്കിൽ വർണ്ണ സിസ്റ്റത്തിൽ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ട് അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
Kshatriyas, Brahmanas, Vaishyas, Shudras. You have to remember the order. Okay. Brahmana, Kshatriya, Vaishya, Shudra. ആ ഒരു ഓർഡറിലായിരുന്നു ആ ഒരു ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. Then the Gond tribals, അവരുടെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. You can read about it. And it is mentioned in different books like the Akbarnama. Okay, അക്ബർനാമയിലൊക്കെ ഇവരെ കുറിച്ച് ഗോൺ ട്രൈബ്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഗോൺ ട്രൈബ്സ്, ഗോൺസ് അപ്രൈസിങ് അല്ലെങ്കിൽ ഗോൺസ് റെബലിയൻ, ഇതൊക്കെ നിങ്ങൾ മോഡേൺ ഹിസ്റ്ററിയിലെ ട്രൈബൽ റിവോൾട്ട് പഠിക്കുന്ന സമയത്ത് പഠിക്കും. ഓക്കെ, ട്രൈബൽ റിവോൾട്ട്, അഗ്രേറിയൻ റിവോൾട്ട് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. യു വിൽ ലേൺ അബൌട്ട് ദിസ് ഇൻ ഡീറ്റെയിൽ ദെയർ. ഓക്കെ, സോ ബാക്കി കുറെ ട്രൈബൽസിനെ കുറിച്ചൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് മാത്രം പോവാം. നിങ്ങൾ മൂന്നാമത്തെയും നാലാമത്തെയും ചാപ്റ്റർ പഠിച്ച പോലെ ഇറങ്ങി നിന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. Then it talks about the Ahoms. അവർ മ്യാൻമറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പിന്നീട് ഇവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ്. അപ്പം അതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു ബേസിക് ഇൻഫർമേഷൻ മാത്രം ഒന്ന് ഉണ്ടാക്കി വെക്കുക. ദെൻ ഇവരുടെ ഒരു കാറ്റഗറി ആയിട്ട് പൈക്ക വരുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒറീസ റീജിയനിൽ ഇവിടെയും പൈക്കാസ് വരുന്നുണ്ട്. ഈ പൈക്ക റബലിയൻ ഒക്കെ പഠിക്കാനുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. വി വിൽ ലേൺ അബൌട്ട് ഇറ്റ്. ഓക്കെ, പൈക്ക റബലിയൻ ഒക്കെ വരുന്നുണ്ട്. Then the Ahom society was divided into clans or gales. ഓക്കെ, സോ ആ ഒരു സൊസൈറ്റിയിലുള്ള ക്ലാൻസിനെ പറയുന്ന പേഴ്സാണ് ഗേൾസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് റീഡ് അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ അതാ ഞാൻ പറഞ്ഞത്, ഈ ചാപ്റ്റർ നിങ്ങൾ യു ഹാവ് ടു റീഡ് ഇറ്റ്. ഓക്കെ, നോട്ട് ടു മെമ്മറൈസ് ബട്ട് ടു അണ്ടർസ്റ്റാൻഡ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് അവരുടെ ലൈഫ് സ്റ്റൈല്, സൊസൈറ്റി, കൾച്ചർ എങ്ങനെയായിരുന്നു, ഹൗ ദേ ലിവ്ഡ് ത്രൂ ദ സെഞ്ചുറീസ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു റീഡ് ദിസ്. ഓക്കെ, ഇനി പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, സോ ഈ ഒരു പെർസ്പെക്റ്റീവിൽ ഈ ചാപ്റ്റർ ഒന്ന് വായിക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഓക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ള രൂപത്തിലേക്ക് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അതിനുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഇപ്പോഴും നിങ്ങൾക്കായിട്ടില്ല. ഒരു 20-30% ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം ജസ്റ്റ് ട്രൈ ടു ആൻസർ ഇറ്റ്. ഓക്കെ, ഏതൊക്കെ പെർസ്പെക്റ്റീവ്സിലാണ് ട്രൈബൽ ഗ്രൂപ്പ്സ് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത്, ഏതൊക്കെ പെർസ്പെക്റ്റീവിൽ നമുക്ക് അവരെ ഒരു കോമണാലിറ്റി അല്ലെങ്കിൽ അവരുടെ കോമൺ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ള അത്തരത്തിലുള്ള ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങൾ, അത് 2002 ചോദിച്ച ചോദ്യമാണ് GS പേപ്പർ 1. ഓക്കെ, അപ്പം ആ ചോദ്യമൊക്കെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എനിവേ ഞാൻ ഇതിന് ശേഷം ആ ചോദ്യം ഗ്രൂപ്പിൽ വേണമെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുകയും ചെയ്യണം. നമുക്ക് ജസ്റ്റ് ഫോർ ദ സേക്ക് ഒന്ന് എഴുതി നോക്കാം, മെയിൻസ് ആൻസേഴ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഡെവലപ്പ് ഇറ്റ് ക്വിക്ക്ലി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണോ?